ഹലോ, ഒരുപാട് കാലത്തെ പ്ലാനും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തുള്ള യാത്രയും അതായിരുന്നു എൻ്റെ വാരണാസി യാത്ര. ചെന്നൈയിൽ നിന്ന് വാരണാസി, അതും തേർഡ് AC ഒരു സുഖമുള്ള യാത്ര തന്നെയാണ് കേട്ടോ. തേർഡ് AC എന്ന് ഞാൻ പ്രത്യേകം പറയാൻ കാരണം സ്ലീപ്പറിൻ്റെ അവസ്ഥ ഞാൻ പോയി കണ്ടേ, അതുകൊണ്ടാണ്. ഇതാണ് ഇവിടുത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ. ആകെ ഉള്ളത് 2 ചെയറാണ്. സ്റ്റേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, അത്യാവശ്യം വല്ല ഗുഡ്സൊക്കെ നിർത്തുമായിരിക്കും. ചെറിയൊരു ബോർഡ് സ്റ്റേഷൻ എന്നാണ് അവരോട് എഴുതി വെച്ചിരിക്കുന്നത്, അറിയില്ല എന്താണെന്ന്. ഇതാണ്ടോ, ഇതാണ് ദേവ് ദിവാലിയുടെ ട്രയൽ റണ്ണ്, ലേസർ ഷോവിൻ്റെ ട്രയൽ റണ്ണൊക്കെ നടക്കുക. നീണ്ട 30 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ആദ്യമായിട്ട് ഗംഗാ നദിയും ആ വാരണാസിയുടെ തീരങ്ങളും കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു. അങ്ങനെ വാരണാസി ജംഗ്ഷനിൽ നിന്ന് ഔട്ട് സൈഡിലേക്ക് പോവാണ്. തിരക്ക് കണ്ടോ, രാത്രിയാണ്, രാത്രി 11:30. എന്നിട്ടോ തിരക്ക് കണ്ടോ, എന്തൊരു തിരക്കാ നോക്ക്. ദീദിവാളിൻ്റെ തിരക്കാണ്ടത്. കാരണം എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ റാപ്പിഡോ ബുക്ക് ചെയ്യാൻ ഇതാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. വണ്ടിയാണെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് നമുക്ക് പോകാൻ പറ്റുക. അതായത് ഏറ്റവും കൂടുതൽ സേഫ് എന്നും കൂടി പറയാം, എമൗണ്ടും എല്ലാം കൊണ്ടും. റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് റാപ്പിഡിൽ പോകുന്നത്. തലയിൽ കിരീടമൊന്നും വേണ്ട, നിയമമൊന്നും പ്രശ്നമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതാണ് വാരണാസി. സമയം രാത്രി 12 മണി, എന്നാലും ടൗൺ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഹോസ്റ്റലിൽ എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. 2 ദിവസം ഇവിടെയാണ് സ്റ്റേ. നേരെ പോയി ചെക്ക് ഇൻ ചെയ്യണു. ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല, ഇവിടെ ബാഗ് വെച്ചിട്ട് ഫ്രഷപ്പ് ആവാനേ പറ്റുള്ളൂ. സോ നോക്കാം. ഇതാണ് ഞങ്ങളുടെ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലത്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. എന്ത് രസം നോക്ക്, സംഭവം സെറ്റപ്പൊക്കെ കൊള്ളാം. ഇനി റൂമൊക്കെ കിട്ടി അറിയാം എങ്ങനെയാണെന്ന്. അങ്ങനെ വാരണാസിയിലെത്തി ഇതാ റൂമിൽ കയറി. ഒരു ഹോസ്റ്റലാണ് ബുക്ക് ചെയ്തിരിക്കുക, ലിവ് ഫ്രീ ഫണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സർവീസാണ്. ഞാൻ ഒരു ദിവസം മുമ്പ് തന്നെ വന്നിട്ട് അവർ ജസ്റ്റ് എന്നെ കൊണ്ട് പകുതി പൈസയ്ക്ക് കോമൺ ഏരിയയൊക്കെ തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ കിടക്കാം, നമുക്ക് ബെഡ്ഷീറ്റ് യൂസ് ചെയ്യാം, എല്ലാം യൂസ് ചെയ്യാം, ആക്സസബിളാണ്. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഹോസ്റ്റൽ കൂടിയാണ് കേട്ടോ. അസ്സിഘട്ടിന് നടക്കേണ്ട ദൂരം ഇവിടേക്കുള്ളൂ. സോ ഒരു ബെറ്റർ ഏരിയ ആണ് ഇവിടെ. കുളിയൊക്കെ കഴിഞ്ഞു, നേരെ ഇറങ്ങി ദർശനത്തിന്. നല്ല തിരക്കുണ്ടാവാൻ പറഞ്ഞു. ഇപ്പോൾ പോകുന്ന വഴിയിൽ എന്തൊക്കെ കാഴ്ചയുണ്ടോ അതൊക്കെ കാണിച്ചു തരാം. ടണീസിൽ ഒരു സൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഈ സൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ കാണുന്നതൊക്കെ വീടാണ്. നമ്മളെല്ലാവരുടെയും പറഞ്ഞ പോലെ തന്നെ വികസനം ഉണ്ടാവും, കുറേ ആൾക്കാർ താഴെയും ഉണ്ടാവും. പക്ഷേ ഇവിടെ കണ്ടില്ലേ, ഇത് ജസ്റ്റ് അസ്സിഘട്ടിൻ്റെ ഓൾമോസ്റ്റ് ഒരു 100 മീറ്റർ പോലും ഇല്ല, 50 മീറ്റർ ഇപ്പുറത്താണ് ഇങ്ങനത്തെ അവസ്ഥ. അപ്പോൾ വികസനം പറയുമ്പോൾ ജനങ്ങൾക്കും വികസനം അത്രത്തോളം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചോദ്യചിഹ്നമാണ്. ചിലർ ഹാപ്പിയാണ് ഇവിടെ. ആരും ഇങ്ങനെ ഞങ്ങൾക്ക് അതില്ല ഇതില്ല എന്നുള്ള കുറ്റവും കുറച്ചിലും പറയാത്ത ആൾക്കാരാണ്. അത് എനിക്ക് പറഞ്ഞാൽ ഇന്നലെ തന്നെ മനസ്സിലായി. ഇതാണ് അസ്സിഘട്ട്. നമുക്ക് രുദ്രാക്ഷമൊക്കെ വെക്കാൻ വെച്ചിട്ട് കാണാം. ഇതിൽ എത്രത്തോളം നമുക്ക് ഒറിജിനാലിറ്റി ഉണ്ടെന്ന് അറിയില്ല, എന്നാലും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ കുറേ കുട്ടികളിവിടെ സ്കേറ്റിംഗ് പഠിക്കുന്നവരുണ്ട്. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഈ ബോട്ടിൽ കയറാൻ വിളിക്കാൻ വരുന്ന ആൾക്കാരാണ്, മനസ്സിലായ? അതായത് ഈ ബോട്ട് റൈഡിന് എത്ര എമൗണ്ട് എന്ന് ഫിക്സ് ചെയ്യുന്ന ആൾക്കാർ. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണില്ല. നമ്മളെന്തായാലും ഈ സമയത്ത് ബോട്ടിങ് പോയിട്ട് കാര്യമില്ല, അതാണ് മെയിൻ റീസൺ. ഇതാണ് ഗംഗാ ആർത്തി ചെയ്യുന്ന വിളക്ക്. അങ്ങനെ ആരും ക്ലോസ് റേഞ്ചിൽ കണ്ടിട്ടുണ്ടാവില്ല, എന്തോ ഭാഗ്യത്തിന് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗംഗാ ആർത്തി ചെയ്യുന്ന വിളക്ക്. പിന്നെ ഒരാഴ്ച മുമ്പ് വരെ ഈ കാണുന്ന ഇതുവരെയൊക്കെ വെള്ളമായിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്ന ചളിക്കെട്ട്. പിന്നെ ഇപ്പോഴാണെന്ന് വെള്ളം ഇറങ്ങിയിരിക്കുന്നത്. ആ ഒരു ഫ്ലഡ് വന്നതിൽ കയറിയ വെള്ളമായിരുന്നു ഇതൊക്കെ. അതാണ് ടെമ്പിള്. ഇതാണ് നമ്മൾ വാരണാസിയുടെ ഗലികൾ എന്ന് പറഞ്ഞിട്ട് കാണുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. നേരെ കാശി വിശ്വനാഥൻ്റെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. നമ്മൾ സാധാരണ വഴിക്കൂടി പോകണമെങ്കിൽ ഓൾമോസ്റ്റ് 4 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ വണ്ടിയില്ലാത്തതുകൊണ്ട് നമുക്ക് ആകെയുള്ളൊരു ഓപ്ഷൻ ബോട്ടാണ്. 100 രൂപ കൊടുക്കാമെന്നാണ് അവർ പറയുന്നത്. അതിൽ കൂടുതലാണെങ്കിൽ പോകണ്ടെന്നാണ് തന്നെ. കാശിയുടെ ഭംഗി ഇത് തന്നെയാണ് കേട്ടോ. ഈ ഘാട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലങ്ങൾ തന്നെയാണ്.
എന്ത് ഭംഗിയാന്ന് നോക്കാം. നമ്മൾ ഈ സിനിമകളിലൊക്കെ പ്രിൻസ് ഓഫ് പേർഷ്യ പണ്ട് ഗെയിം കളിച്ചവർക്ക് അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് ഇതുപോലത്തെ സ്ഥലങ്ങളാണ് അതിനുള്ളത്. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ കാശി. വാരണാസി വന്നിട്ട് നിങ്ങൾക്ക് പലതരം ആൾക്കാരെ കാണാൻ പറ്റും. ആ വാരണാസി ആസ്വദിക്കാമെന്നവരും ആ വാരണാസിയിൽ ജീവിക്കാമെന്നവരും. അങ്ങനെ ജീവിക്കാമെന്നൊരു പാമ്പാട്ടിയാണ് കേട്ടോ ഈ കാണുന്നത്. എന്തൊക്കെയോ ജീവിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാട്, അല്ലാതെ എന്താ പറയുക. ഉണ്ടാവോ നല്ല മൂർഖം പാമ്പുതാ കൊത്തി. എന്താ കണ്ട പാമ്പിനോടാണ് സംസാരിക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം കാണുന്നേ, ഇതുവരെ കണ്ടിട്ടില്ല. ഇതുണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ബോട്ടിൽ സഫാരി പോവുക. ഈ ഒരു ബോട്ട് ഫുള്ളായി, പിന്നെ അടുത്ത ബോട്ടിലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ ഞാനും കയറിയൊരു ബോട്ടിൽ. അപ്പോൾ ഇനി ബാക്കി വീഡിയോ വേഗം വരുന്നതായിരിക്കും കേട്ടോ. സ്റ്റേ ട്യൂൺ. താങ്ക് യു.